ആദ്യമായി വേദിയിൽ എത്തുന്നു നമ്മളുടെ വണ്ടർഫുൾ കണ്ടസ്റ്റന്റ് വിജിത ആൻഡ് ഹിയർ ഷീ ഈസ് ആസ് ദ വണ്ടർഫുൾ റൈറ്റർ കമല സുരയ്യ. വനിതാരത്നം കുട്ടികളല്ലേ? ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു, സുന്ദരി കുട്ടികളെല്ലാവരും. ഇത് സന്തോഷമായി എന്നറിയോ, എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇവരൊക്കെ കുറേ പേര് കല്യാണം കഴിഞ്ഞ കുട്ടികളാണല്ലേ മുരളി? എന്താ ഞാൻ പറയേണ്ടത്, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് സ്വന്തം കലയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുത്ത് അവർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങളിവിടെ എത്തിച്ച നിങ്ങളുടെ അച്ഛൻ, അമ്മ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, അവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല അല്ലേ? അങ്ങനെയല്ലേ? ഇന്ത്യയൊക്കെ കാലത്ത് അച്ഛനോടും അമ്മോടൊന്നും സംസാരിക്കാൻ തന്നെ നമുക്ക് പേടിയാണ്. ഒന്ന് ചോദിച്ചാൽ അവരൊന്നും പറയില്ല, മറുപടി പറയില്ല. ഇത് ദാസേട്ടനോടൊക്കെ ഇപ്പോൾ എനിക്കിങ്ങനെ അന്ന് വനിതാരത്നമൊന്നും ഇല്ല, ഉണ്ട് വെച്ചാൽ ഞാൻ വരുമ്പോൾ എനിക്കിങ്ങനെ വരണം എന്ന് പറയാച്ചാൽ ദാസേട്ടൻ സമ്മതിക്കില്ല, എന്തായാലും സുരൊന്നും സമ്മതിക്കില്ല. ദാസേട്ടൻ്റെ അമ്മയ്ക്കും ഇഷ്ടമല്ലേ അതൊന്നും. എനിക്കാണെങ്കിൽ അരങ്ങ് എന്നൊക്കെ വെച്ചാൽ എൻ്റെ ജീവനാണ്. സഹിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ കുട്ടികൾ എത്ര ഭാഗ്യവന്മാരാണ് അല്ലേ? അവർക്ക് ഇതൊക്കെ ചെയ്യാൻ സഹിക്കണമല്ലോ. ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് വെച്ചാലും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ വലിയ വ്യസനമാണ് എനിക്ക്. നമ്മുടെ ലോകത്തിൻ്റെ ഒരു കോണിൽ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് ഈ അമൃത TV പോലുള്ള ചാനൽ ഇത്ര നല്ല പ്രോഗ്രാം കൊണ്ടുവന്ന് പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക. അതേസമയം മറ്റൊരു കോണിൽ പെൺകുട്ടികളെ നീചമായിട്ട് ദ്രോഹിക്കുക, കൊല്ലുക, വലിയ വ്യസനാണ്. അന്നത്തെയൊക്കെ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. കുറേ കരഞ്ഞു ഞാൻ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ താഴ്ത്താൻ നിറയെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതിലൊന്നും മനസ്സ് പതറരുത്. നമ്മുടെ മനസ്സാക്ഷി എന്ത് പറയണോ അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. പിന്നെ കുറച്ചൊക്കെ ഈ കാലത്ത് കരാട്ടയും കുംഫൊക്കെ ഒന്ന് പഠിച്ചോളൂ. ഞാൻ ആ കാലത്ത് പഠിച്ചിട്ടുണ്ട്, ജൂഡോ ഒക്കെ. ഇന്നത് അനിവാര്യമാണ്. കുട്ടികൾ എന്തായാലും അതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. എൻ്റെ എല്ലാ ആശംസകളും ഉണ്ട് നിങ്ങൾക്ക്. ഞാനിവിടെ വരാൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്താ വെച്ചോ, ഇതായിരിക്കണോ മുരളി, എൻ്റെ മോനല്ലേ അവൻ അല്ലേ? ഇത്ര കാലമായി നിന്നെ ഞാൻ ഒന്ന് കണ്ടിട്ട്. ഒന്ന് വന്നൂടെ നിനക്ക്? എന്താ മിണ്ടാതിരിക്കണത്? വാ തോരാതെ വർത്താനം പറയുന്ന ആളാണല്ലോ. എന്നെ കണ്ടപ്പോൾ മിണ്ടണം തോന്നലില്ലേ? ആള് സ്റ്റേജിലൊക്കെ കാണുമ്പോൾ എന്താ ഒരു വർത്താനം. മലയാളം ഇത്തിരി കഷ്ടിയാണ് കേട്ടോ, അത് സത്യമാണ്. എന്നാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് കുട്ടിയെ. എന്താ അറിയോ, നീയും ഞാനൊക്കെ മനസ്സാക്ഷിക്ക് അനുസരിച്ചിട്ടേ പ്രവർത്തിക്കാറുള്ളൂ. നിന്റെ മനസ്സ് എന്ത് പറയണോ അത് നീ ചെയ്യണോ. എൻ്റെ മനസ്സ് എന്താ പറയണ വെച്ചാൽ ഞാൻ അതേ ചെയ്യാറുള്ളൂ. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. ഇതായിരിക്കണോ ഒരു സുന്ദരി കുട്ടി സിത്താര. എന്താ മോളെ, ഇപ്പം അധികം സിനിമയിലൊന്നും ഇല്ല അല്ലേ? മലയാളത്തിലില്ലാന്നേ ഉള്ളൂ. എന്താ നിങ്ങൾ മലയാളി കുട്ടികളല്ലേ മലയാളത്തിൽ വേണ്ടത്? ഇവിടെ വിളിക്കണ്ടേ? ഇപ്പൊ ട്രൈ ചെയ്യൂ. ഇത്ര സുന്ദരിയായ കുട്ടികള്, ഇത്ര നന്നായി അഭിനയിക്കുന്ന കുട്ടികള്, നിങ്ങളെയൊക്കെ കാണാൻ ഈ അമ്മമാർക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും വരണം. എൻ്റെ പോലെ ചുരുണ്ട മുടിയൊക്കെയാണ് നിനക്ക് കുറേശ്ശെ. എനിക്കിഷ്ടമായി, നന്നായിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യാം, നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നു. പിന്നെതാ, അയ്യോ എനിക്ക് മറക്കാൻ സാധിക്കില്ല, എൻ്റെ വാസുവിൻ്റെ നീലത്താമരത്തെ കുട്ടിയല്ലേ. ഞാൻ എങ്ങനെയാ മറക്കുക? അന്ന് മെലിഞ്ഞതാ, ഇത്രയേ ഉള്ളൂ അറിയോ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വലിയ ആളായി. ഒരുപാട് സന്തോഷം മോളെ. ഇത്ര ഈ കുട്ടികളെ കാണാൻ സാധിച്ചതിൽ എനിക്ക് ആ അവസരം തന്നതിന് അമൃത TVയോട് എൻ്റെ മനസ്സുകൊണ്ടുള്ള നന്ദി അറിയിക്കുകയാണ് ഞാൻ. ഒരുപാട് നന്ദി, സന്തോഷം, എല്ലാ അനുഗ്രഹങ്ങളും.
എനിക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് ജീവിതാനുഭവത്തിൽ കൂടെ പോയിട്ടുള്ള ആളാണ് ഞാൻ ഒരുപാട് ഐ എം ആൻ ആർഡൻ ഫാൻ ഓഫ് ഒരുപാട് എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ജീവിതത്തിൽ എന്നെപ്പോലെ എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത് ഏത് സമയത്താണ്? ഞാൻ മതം മാറിയല്ലോ, എന്നെ അത്രയ്ക്ക് വേദനിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ കൊല്ലുമെന്ന് വരെ പറഞ്ഞു. ചില ആൾക്കാർ സഹിച്ചില്ല എനിക്ക്. പിന്നെ മനസ്സിനെ ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു. ഞാൻ എന്തൊക്കെ പറഞ്ഞു അറിയോ ലോകം. ഞാൻ ഇവിടുന്ന് പോകണം എന്ന് വരെ ആയി എന്നല്ല. ഒരു എന്താ പറയുക, നമുക്ക് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ പോയി ഇവിടുന്ന്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ മുത്തശ്ശിയുടെ വേർപാടാണ് പിന്നെ മറ്റൊരു വേദന സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ ദാസേട്ടൻ്റെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. എൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞിട്ട് ഒരു സമയത്ത് കണ്ടിരുന്നു. ഞാൻ ഓർക്കുന്നത് വളരെ പ്ലീസിങ് ആയിട്ടുള്ള ആ ശബ്ദം, മനസ്സിന് നല്ല ഒരു തണുപ്പ് തോന്നുന്ന ആ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ മോളെ എന്നുള്ള വിളിയും. പിന്നെ കാണുകയാണെങ്കിൽ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വളരെ അധികം ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഹിന്ദുന്ന് മുസ്ലിമിലേക്ക് മാറുക നമ്മുടെ സമൂഹത്തിൽ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു സ്റ്റെപ്പ് എടുക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു കാരണം എന്താണ്? എനിക്ക് എൻ്റെ മനസ്സിന് സ്വാതന്ത്ര്യം വേണം. അതെനിക്ക് ഈ പർദ്ദയിൽ നിന്ന് കിട്ടി കുട്ടിയെ. ആ തിരിച്ചറിവാണ് എന്നെ അതിലേക്ക് നയിച്ചത്. മനസ്സിനെ കെട്ടിയിടാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ മനസ്സിന് തോന്നുന്നത് എനിക്ക് പറയണം. അതിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഇസ്ലാമിൽ നിന്ന് കിട്ടുമെന്ന് അള്ളാഹു എനിക്ക് പറഞ്ഞു തന്നതായി തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ മതത്തിലേക്ക് മാറിയത്. ഇന്നും എനിക്കത് സഹായിക്കുന്നു. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ജീവിക്കുന്നു മോളെ. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അതൊക്കെ ആയിട്ട് ഞാനൊരു പുസ്തകപ്പുഴുവായിട്ടിരുന്ന ഒരു സ്റ്റേജിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന എഴുത്തുകാരിൽ ഒരാളായിരുന്നു മാധവിക്കുട്ടിയമ്മ. ഓൾമോസ്റ്റ് എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുന്നത്, കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ട്രോഫിയൊന്നും അല്ല തരുന്നത്, ഇങ്ങനെ ബുക്സുകളാണ് തരുന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് ബുക്കുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർ കരാട്ടയും ജൂഡോയും ഒക്കെ പഠിക്കണമെന്ന്. കരാട്ടയും ജൂഡോയും പഠിച്ചാലും ഇല്ലെങ്കിലും അതെല്ലാം ആ മാധവിക്കുട്ടിയമ്മയുടെ ബുക്കിലുണ്ടായിരുന്നു. അത്രയും ശക്തമായിരുന്നു ബുക്കുകൾ. അപ്പോൾ അത്രയും എന്താ പറയുന്ന ഒരു ഈ പറഞ്ഞ പോലെ മനസ്സിൽ തോന്നുന്നത് പറയണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള കൂട്ടത്തിലാണെന്നറിയാം. അപ്പോൾ അത്രയും കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതണം എന്ന് തോന്നാൻ എന്തെങ്കിലും പ്രത്യേകം കാരണങ്ങളുണ്ടോ? ഇല്ല ആ മനസ്സിൻ്റെ ആ ഫ്രീഡം അങ്ങനെ അങ്ങ് അനുവദിച്ചതാണോ? മോളെ, മോൾക്കറിയോ, ഒരു എഴുത്തുകാരൻ എന്ന് പറയണത് എഴുതുമ്പോൾ ചെയ്യണത് എന്താ വെച്ചാൽ ഒരു ആത്മബലിയാണ്. എൻ്റെ തോലൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് എൻ്റെ എല്ലൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ എൻ്റെ മജ്ജ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ എഴുത്തിലൂടെ. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. എല്ലാം പറയാൻ മടിക്കുന്ന ഒരു സമൂഹത്തിന് നമ്മൾ അതൊക്കെയല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എന്താണ് അത് തുറന്ന് പറയണം. കുറേ പേര് പേടിച്ച് ജീവിക്കുന്നുണ്ട് ഈ ലോകത്തിൽ, അല്ലേ? അങ്ങനെയല്ലേ? ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടാവണം. നമ്മൾ എന്താണെന്നുള്ളത് അറിയണം, ലോകം അറിയണം. അതാണ് ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം. ഞാൻ എൻ്റെ മനസ്സിൽ എന്താണ്, എൻ്റെ മനസ്സ് എന്താണെന്ന് മാത്രമേ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. ഞാൻ എഴുതുമ്പോൾ ഒരിക്കലും അത് വായിക്കുന്നവരെ പറ്റി ചിന്തിക്കാറില്ല. എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ അവർ വായിക്കുമ്പോഴും എന്നെപ്പറ്റി അവർ ചിന്തിക്കരുത്. അവർ ആ ഒരു പുസ്തകം വേറൊരു തലത്തിൽ വായിക്കണം. മാധവിക്കുട്ടിയാണ് അല്ലെങ്കിൽ കമലാ സുരയ്യാണ് എന്നുള്ളൊരു ചിന്തയല്ല അവർക്ക് വരേണ്ടത്. അവർ അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയെടുത്തിട്ട് വായിക്കുന്ന പോലെ അവർക്ക് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് എഴുതണം മോളെ. അതാണ്. താങ്ക് യു. ഐ തിങ്ക് ഇംപേഴ്സണേഷൻസ് എന്ന് പറഞ്ഞ റൗണ്ടിന് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു തുടക്കം നൽകി നമ്മളെല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന
കോൺട്രവേഴ്ഷ്യൽ റൈറ്റർ ആയ മാധവിക്കുട്ടി അമ്മ അല്ലെങ്കിൽ കമല സുരയ്യ അമ്മയെ ഇവിടെ നമ്മളുടെ മുന്നിൽ ജീവനോടെ കൊണ്ടുവന്ന വിജിതയ്ക്ക് നല്ലൊരു കൈഡി നമ്മൾ കൊടുത്തേ പറ്റൂ. ബിക്കോസ് സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് വരെ വന്നു പോയി. ആദ്യം തന്നെ വിജിത വന്ന് അവിടെ ഇരുന്ന് അമ്മയായി അവിടെ ഇരുന്നപ്പോൾ എനിക്കൊരിക്കലും പരിചയപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. പക്ഷേ കമല സുരയ്യ മാമിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ, അവരുടെ ഒന്നും വായിച്ചിട്ടുമില്ല, നോക്കിയാൽ എന്തും ധൈര്യപൂർവ്വം അവരുടെ മനസ്സിൽ അവർക്ക് എന്ത് തോന്നുന്നോ അവർ എഴുതും. ഒന്നും അവരെ എഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും, പോയംസ് ആയാലും ഷോർട്ട് സ്റ്റോറീസ് ആയാലും ഓട്ടോ ബയോഗ്രഫീസ് ആയാലും, സെക്സിനെ കുറിച്ചായാലും ലൈഫിനെ കുറിച്ചായാലും പ്രിൻസിപ്പിൾസിനെ കുറിച്ചായാലും വളരെ ധൈര്യപൂർവ്വം. ഇന്ന് ഇത്രയും സ്ട്രോങ് ആയ ബോൾഡായ സ്ത്രീകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഷി വാസ് എൻ ഐക്കോൺ, യാതൊരു സംശയമില്ല. സോ വണ്ടർഫുൾ സെലക്ഷൻ വിജിത, ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. താങ്ക് യു വെരി മച്ച്. ജഡ്ജസ്, മുരളി ചേട്ടാ. ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് ഈ ഇംപേഴ്സണേഷനിൽ. ഒന്ന്, യുവ് ഗോട്ട് ടു ഹാവ് ദാറ്റ് ഷേപ്പ്. രണ്ട്, ഇറ്റ്സ് ഇപ്പം മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഭാഷയും വിജിതയുടെ ഭാഷയും വളരെ അടുത്തടുത്താണ് നിൽക്കുന്നത്. യു ഡോണ്ട് ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് ആക്ച്വലി. മനസ്സിലായില്ലേ? പിന്നെ ഈ കോസ്റ്റ്യൂം ഇട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അത് എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ യു ആർ ദെയർ. ഇറ്റ് വാസ് സിംപ്ലി മൈൻഡ് ബ്ലോയിങ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി ചേച്ചി, ഞാൻ പറയും പെർഫെക്റ്റ് ഇംപോസിബിൾ. താങ്ക് യു മാം. I really literally got goosebumps, you know. എന്താ പറയണ്ടെന്ന് അറിഞ്ഞിട്ട് യു റിയലി ലുക്ക് ലൈക്ക് ഹെർ, റിയലി ലുക്ക് ലൈക്ക് ഹെർ. ആ വന്ന് ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അതാണ് പറഞ്ഞത്, ഇറ്റ്സ് എ പെർഫെക്റ്റ് ഇംപോസിനേഷൻ, നത്തിങ് മോർ ദാൻ ദാറ്റ്. എന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി ഫാബുലസ്. അവരുടെ ദ വേ ഷീ ടോക്സ്, കംപ്ലീറ്റ് ഫ്രം ബിഗിനിങ് ടു എൻഡ് യു മെയിൻറ്റെയിൻ ദാറ്റ്. യു റിയലി ബിക്കെയിം ഹെർ. ഒരു സെക്കൻഡ് ഐ വാസ് ലൈക്ക്, ഓ ഷീസ് ഹിയർ എന്ന് തോന്നി. ദാറ്റ്സ് പെർഫെക്റ്റ് ഇംപോസിനേഷൻ. അതിൽ കൂടുതൽ ഇനി എനിക്ക് ഒന്നും പറയാനില്ല. വെരി ഗുഡ്, വെരി താങ്ക് യു സോ മച്ച്. അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ആ ഭാഷയും മറ്റേ ഇങ്ങനെ വെക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്കും കമൻസിനും ഒക്കെ ഉള്ള മറുപടി ഇപ്പം മാധവിക്കുട്ടിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും മറുപടി പറയുന്നത്. എനിക്ക് തോന്നി. And you did good. Thank you ma'am. Good selection. Splendid job. And ഇനി of course ഇത് മത്സരത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിന് അനുയോജ്യമായ മാർക്സ് നൽകാനുള്ള കടമ ജഡ്ജസിനുണ്ട്. അതിലേക്ക് കിടക്കാം അല്ലേ? ഇത് എങ്ങനെ മാർക്സ് ഇടുന്നൊന്നും എനിക്കറിയില്ല. ബെസ്റ്റ് ഓഫ് ലക്ക്. മുരളി ചേട്ടാ, on 25. ഞാൻ 21 മാർക്ക് തരുന്നു. Thank you sir, thank you. സിതാര ചേച്ചി, the same. മുരളിച്ചേട്ടൻ്റെ മാർക്ക് തന്നെയാണ് 21. Thank you ma'am. അംബിക ചേച്ചി, എനിക്ക് പിന്നെ പ്രത്യേകം കുറച്ച് കൂടുതൽ ഇഷ്ടം മാധവിക്കുട്ടി അമ്മയുടെ ഉള്ളത് കൊണ്ട് 22. Thank you ma'am. Total marks 64. 64 മാർക്സ് ആണ്, which is very 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 good. ഇവരുടെ ഒരു ഫുട്പാത്തിൽ ഫോളോ ചെയ്താൽ we don't have to worry about എത്ര കോൺട്രവേഴ്സീസ്, എത്ര പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് കമല സുരയ്യ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ജീവിച്ചത് എന്ന് നമുക്കറിയാം. എന്നാലും she lived it well. She lived it by her principles. Strong ആയിട്ട്. സോ അത് വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ കമല സുരയ്യ മാമിൻ്റെ ലൈഫ് ഇവിടെ കൊണ്ടുവന്നതിൽ വിജിത, ബിഗ് താങ്ക് യു ആൻഡ് എ ജോബ് വെൽ ഡൺ. Thank you sir.